രാഹുലെ, പല തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണിത്. നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ വാർത്തകൾ ദിനം പ്രതി നമ്മൾ കേൾക്കാറും കാണാറും ഒക്കെ ഉണ്ട്. ഇപ്പം ഏറ്റവും പുതിയതായിട്ട് 2021 മുതൽ 2024 വരെ ഉള്ളൊരു കണക്കെടുത്തു. അതായത് ആ ഒരു കാലഘട്ടത്തിൽ 3 വർഷത്തെ കാലയളവിൽ നടന്ന സൈബർ തട്ടിപ്പുകളുടെ കണക്കെടുത്ത സമയത്ത് 14,570 കോടിയാണ്. 1 കോടിയോ 2 കോടിയോ 10,000 കോടിയോ അല്ല, അതിനപ്പുറം കടന്ന് 14,570 കോടി രൂപയുടെ സൈബർ തട്ടിപ്പാണ് ഈ 3 വർഷത്തിനിടയ്ക്ക് നടന്നത് എന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആനുവൽ റിപ്പോർട്ടാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. 2 കോടിക്ക് മുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 2 കോടിക്ക് മുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു നിന്നാണ് ഈ 14,570 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നത്. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് കൊടുക്കാത്ത എത്രയോ പേര് കാണും. ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ അവർ കൊടുക്കുന്ന കണക്കുകൾ മാത്രമാണ് ഈ പൈസ. രജിസ്റ്റർ ചെയ്യാത്ത എന്തോരം കേസുകളാണ്, നാണക്കേട് കൊണ്ട് പറയാതെ പോകുന്ന ഒരുപാട് പേര്. ഇപ്പൊ നമുക്കറിയാം, ഹണി ട്രാപ്പിലൊക്കെ പെടുന്നവര് കൂടുതലും ഇപ്പൊ 5,000 10,000 ഒക്കെ പോയവരൊന്നും വലിയ കേസിന് പോകത്തില്ല, കാരണം നാണക്കേട് ഭയന്ന്. പിന്നെയും കേസിന് പോകുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 10,000 10 ലക്ഷം ഒക്കെ പോകുന്നവരാണ് കേസുമായൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ സൈബർ തട്ടിപ്പിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പൈസയാണ്. അതും സാധാരണപ്പെട്ട ആളുകളിൽ നിന്ന് ഇപ്പം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് 60 വയസ്സൊക്കെയായ പെൻഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാശൊക്കെ, വയസ്സാം കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കാശൊക്കെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പൊതുവേ ഇപ്പം ഫോണൊക്കെ വന്നിട്ട് അധികം കാലമായിട്ടില്ല, കുറച്ച് ടൈംസ് ആയതേ ഉള്ളൂ. കാരണം കോവിഡിന് ശേഷമാണ് കൂടുതലും ആളുകളിലേക്ക്, എല്ലാ ആളുകളിലേക്കും ഫോണൊക്കെ എത്തി തുടങ്ങിയത്. അപ്പൊ എല്ലാവരും ഇപ്പം വിളിച്ചിട്ട്, അനുഭവം വിളിച്ചിട്ട് പറയാം, ഹലോ ഞാൻ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, ഇപ്പൊ KYC അപ്ഡേറ്റ് ചെയ്യണം, ഒരു OTP നമ്പറിലേക്ക് വരും, അതൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മതി എന്ന് പറയും. സാധാരണപ്പെട്ട ഒരാളാണെങ്കിൽ വിചാരിക്കും ബാങ്കിൽ നിന്നല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വിളിക്കുക. അവരപ്പോഴേ OTP പറഞ്ഞു കൊടുക്കും, അക്കൗണ്ടിലെ കാശ് മൊത്തം കാലിയാവും. എപ്പോഴും ബാങ്കുകാരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ബാങ്കിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ആളുകള് പക്ഷെ അത് എന്താ പറയാ, കുറേയും കൂടെ രാഹുൽ പറഞ്ഞ പോലെ വളരെ സാധാരണക്കാരായ മനുഷ്യർ അങ്ങനെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർ നമ്മുടെ ഫോണുകളിലേക്ക് നിരന്തരം SMS-കളായിട്ട് അയക്കുന്നുണ്ട്. അറിയാത്ത നമ്പറുകളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള നമ്പറുകളിൽ നിന്നോ വരുന്ന കോളുകളോ അല്ലെങ്കിൽ OTP ചോദിച്ചുകൊണ്ടുള്ള കോളുകളോ തീർത്തും നിരസിക്കണം, ഒന്നിനെയും വില കൽപ്പിക്കരുത്, അതിന് മറുപടി കൊടുക്കരുത് എന്ന് വളരെ വ്യക്തമായി അവർ നിരന്തരം പറയുന്നു. അതിന്റെ അപ്പുറത്തേക്ക് അവർ പോയി കഴിഞ്ഞു. കാരണം വെർച്വൽ അറസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. പോലീസുകാരെ വിളിച്ചിട്ട് നിങ്ങളുടെ പേരിൽ കേസുണ്ട് എന്ന് പറഞ്ഞ് വെർച്വൽ അറസ്റ്റ് ചെയ്യുന്ന സൈബർ തട്ടിപ്പുകാര്. ആ കേസിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ 50,000 രൂപ വേണം, 10,000 രൂപ വേണം. അതും ഇവിടുത്തെ കേരള പോലീസിനെ വരെയാണ് വിളിച്ചേക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സൈബർ തട്ടിപ്പുകാരുടെ ആ ഒരു ധൈര്യവും അവർ ഒത്തിരി അപ്ഡേറ്റഡ് ആണ്. കാരണം അവരെ പിടിക്കാനോ ട്രാക്ക് ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സൈബർ തട്ടിപ്പുകാരെ. ഹാക്കർമാര് ഈ വന്ന കാലത്ത് ആളുകൾ കൂടിക്കൊണ്ടിരിക്കണം. കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ChatGPT കാലത്താണ്, അല്ലെ? ChatGPT എന്തുകൊണ്ടാണ് ആളുകളുടെ ഇടയിലേക്ക് ഇത്രയും ആകർഷിക്കപ്പെട്ടത്? നമ്മുടെ ജോലിയും കൂടെ ChatGPT ചെയ്യും എന്നുള്ളതും, പിന്നെ അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്. എല്ലാ ഭാഷകളും ChatGPT കൈകാര്യം ചെയ്യും. നമ്മൾ ഏത് ഭാഷയിലാണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ ഭാഷയിൽ തന്നെ തിരിച്ചു തരും. പക്ഷെ ഇന്ന് ChatGPTക്ക് അപ്പുറത്തേക്ക് AI ഏജന്റുമാർ വരാൻ പോവുകയാണ്. പുതിയ കാലം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ തട്ടിപ്പുകാർ കൂടുതലും സൈബർ തട്ടിപ്പ് നടക്കുന്ന ഇടങ്ങൾ ഏതാണ്? ഗൂഗിളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിക്കുന്നത് ഗൂഗിളിൽ നിന്നാണ്. കാരണം നമ്മുടെ ഡാറ്റകൾ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ കയറുന്ന ഓരോ ആപ്ലിക്കേഷനുകളും നമ്മുടെ ഡാറ്റകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പിൽ കയറി നമ്മുടെ പേര് കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹാക്കർക്ക് ഇത്രയും മതി. നമ്മുടെ ഈ 4 കാര്യങ്ങൾ മതി നമ്മുടെ ആക്സസ് ചെയ്യാൻ. നമ്മൾ എവിടെയാണ്, ലോകത്തിന്റെ ഏത് ഭാഗത്താണെന്ന് ആക്സസ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. അതിനപ്പുറത്തേക്ക് നമ്മൾ തന്നെ അല്ലാതെ കൊടുക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല, ജോലി എന്താണ്, ഹൈറ്റ്, വെയിറ്റ്, വേണ്ട നമുക്ക് എന്തൊക്കെ അസുഖമുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ ആപ്ലിക്കേഷനും കയറുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഡാറ്റകൾ നമ്മൾ തന്നെ വിൽക്കുകയാണ് ആളുകൾക്ക്, അല്ലെ? ഈ സൈബർ തട്ടിപ്പുകാർക്ക് കൊടുക്കുന്നതും നമ്മൾ തന്നെയാണ്. ഈ വേണ്ടാത്ത ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ കയറിയാണ് നമ്മുടെ ഡാറ്റകൾ മുഴുവൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ നമ്പറുകൾ ചോരുന്നത്. ഇപ്പോൾ സർക്കാർ സംവിധാനത്തെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്.
ഇടയ്ക്ക് വെച്ച് വലിയ വിവാദം ഉണ്ടായത് ഈ ഒരു പേരിലാണ്. സർക്കാരിന്റെ പേരിൽ നിന്നും നമ്മൾ ശേഖരിക്കുന്ന ഡാറ്റകൾ വെളിയിൽ പോകുന്നുണ്ട്. വലിയ വിഷയങ്ങൾ ഉണ്ടായതാണ് നമ്മുടെ നാട്ടില്. അതുപോലെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായി മാറിയിരിക്കുന്നു. കാരണം നമ്മുടെ ഡാറ്റകൾ മുഴുവൻ ഇവർ കൊണ്ടുപോകുന്നു. ഇവര് ആ ഡാറ്റകൾ ഉപയോഗിച്ച് നമ്മളിൽ നിന്നും പൈസ കട്ടുകൊണ്ട് പോവുകയാണ്. ഒരുപാട് എന്താ പറയാ, നമ്മളെല്ലാവരും പൈസക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നവരാണ്. അപ്പൊ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആപ്പുകളും വെബ്സൈറ്റുകളും ഇന്ന് എന്താ പറയാ കൂണ് പോലെ മുളച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ അമ്മമാർക്കൊക്കെ എന്താ പറയാ ഫോണുകളൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചു വരുന്ന അമ്മമാര് ഒക്കെയാണ്. അത്ര അഡ്വാൻസ്ഡ് അല്ല അമ്മമാരൊന്നും, ഭൂരിഭാഗം പേരും. അപ്പം അവര് ഇതേപോലെ ഒരു ദിവസം ഒരു ലോണ് കിട്ടുന്ന ആപ്പിൽ അവരെന്തൊക്കെയോ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. പിന്നീടാണ് വിവരം വരുന്നത് എത്രയോ വലിയ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകും എന്നുള്ളത്. അവരാകെ ടെൻഷനായി, എന്ത് ചെയ്യും. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള തട്ടിപ്പുകള് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിരുന്നു, ഏതൊക്കെയോ ആപ്പുകളിൽ നിന്ന് പൈസ ലോൺ എടുത്തിട്ട് ആ ലോൺ അടയ്ക്കാൻ ഒരു ദിവസമെങ്കിലും നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ കോണ്ടാക്ട് അവരെങ്ങനെയോ ആക്സസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മളെല്ലാം അലോ കൊടുക്കും. അതായത് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഗാലറി അലോ കൊടുക്കും, നമ്മുടെ കോണ്ടാക്റ്റുകൾ അലോ കൊടുക്കും. ആ ഫോൺ ആക്സസ് ചെയ്യാനുള്ള മുഴുവൻ ആക്സസുകളും നമ്മൾ തന്നെയാണ് അലോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്തോ ചെയ്യും, ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണുകളിലെ മുഴുവൻ ഡാറ്റകളും എന്തൊക്കെയാണെന്ന് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള കഴിവുകളുണ്ട്. എന്നിട്ട് ആ കോണ്ടാക്റ്റിലുള്ള എല്ലാ ആളുകളെയും ഇവര് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട് പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങേയറ്റം അപമാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ എല്ലാവരും ഈ വിവരം അറിയിക്കുന്നു. അത് ഒരു രീതി. മറ്റൊരു രീതി, അതല്ലാത്തൊരു രീതി ഞാൻ കണ്ടിട്ടുള്ളത് ഇതേപോലെ ലോൺ എടുത്ത് അത് അടയ്ക്കാൻ കുറച്ച് ലേറ്റ് ആകുമ്പോഴേക്ക് നമ്മളെ തന്നെ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. അതൊരു സ്ത്രീ ആയിരിക്കും, ഒന്നുകിൽ എന്താ പറയാ അർദ്ധനഗ്നയായിരിക്കും, അല്ലെങ്കിൽ പരിപൂർണ നഗ്നയായ ഒരു സ്ത്രീ പലതരം ചേഷ്ടകൾ കാണിക്കുന്നു നമ്മളെ വീഡിയോ കോളിലൂടെ. അപ്പൊ ഒന്നുകിൽ നമ്മൾ അതിൽ ആകൃഷ്ടരായി നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, അതല്ല നമ്മൾ അതൃപ്തി അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചാൽ പോലും അവരത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഇതെടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാ മനുഷ്യർക്കും അയച്ചു കൊടുക്കും. ഇതിലും നല്ലത് പോയി ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് തോന്നി അത് ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ ഇതിനെതിരെ പോരാടാൻ എന്താ പറയാ സമ്പൂർണ്ണ ധൈര്യം എടുത്ത് പോകുന്നവരുണ്ട്. കൂടുതലും നാണക്കേട് കൊണ്ടാണ് ആളുകൾ ഇത് പുറത്തു വരാത്തത്. ഇപ്പൊ അനുഭവം പറഞ്ഞു വിട്ടെ, ചിലര് നാണക്കേട് കൊണ്ട് അയ്യോ ചത്തുപോയാലും മതി, അല്ലെങ്കിൽ 500 രൂപയില അല്ല 5000 രൂപയില്ല 10000 രൂപയില്ല പോട്ട് നാണക്കേട് വേണ്ട എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുമുണ്ട്. ഈ നാണക്കേട് ഒഴിവാക്കാൻ കൊടുക്കുന്ന ഈ പൈസകളൊന്നും ഇവര് സൈബർ പോലീസിനോട് ഒന്നും പറയില്ല. കാരണം നാണക്കേടല്ലേ, ഞാനതിന് വിധേയപ്പെട്ടു പോയതുകൊണ്ടല്ലേ എന്തൊക്കെ ഈ ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് ഞാൻ കാശ് കൊടുത്തെങ്കിൽ ഇത് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് കാശ് കൊടുക്കും, കാശും പോവും, ചിലപ്പം വീണ്ടും ആ മാനം പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന ഈ റെക്കോർഡുകളെല്ലാം ഇവരേതെങ്കിലും സൈറ്റുകളിൽ വിൽക്കും. സത്യമാണ്, ഡാർക്ക് വെബിലെല്ലാം ഇതിന്റെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്കറിയാം ഈ ഡേറ്റിംഗ് ആപ്പുകളുടെ പ്ലാറ്റ്ഫോമുകൾ, ഇതിൽ വരുന്നത് പകുതിയും ഫേക്കുകളാണ്. പൈസക്ക് വേണ്ടിയിട്ട് ഓരോ ആളുകൾ വരുന്നു, അവര് നമ്മൾ തന്നെ പൈസ കൊടുക്കുന്നു, അവര് പോകുന്നു, കുറച്ചു നേരം സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ അതിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളത് വേറൊരു കാര്യം. ഇപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സ്വകാര്യതയും ഇല്ലാത്ത കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമ്മുടെ സ്വകാര്യതകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള കാശുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ആക്സസ് ചെയ്യാൻ പല പല നൂതന മാർഗങ്ങൾ ഈ ഹാക്കർമാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും മോഷ്ടാക്കൾ പണ്ട് അമ്പലങ്ങളിൽ പോയി അമ്പലത്തിലെ മറ്റേ ഭണ്ഡാരപ്പെട്ടി കുത്തിപ്പൊട്ടിക്കുന്ന കാലത്ത് നിന്ന് അവര് ഒരുപാട് അപ്ഡേറ്റഡ് ആയി. എന്താ പറയാ സൈബർ ഇടം അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് എത്രത്തോളം വളരുന്നുവോ അതിനേക്കാൾ ഒരു മുഴം മുൻപിലേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് തട്ടിപ്പുകാര്. അമ്പലത്തിൽ പോയി കുത്തി തുറന്നുകൊണ്ട് പോകുന്നതിന് വരെ ഇന്ന് ഇന്റർനെറ്റിലൂടെ കുത്തി തുറന്നുകൊണ്ട് പോകുന്നു. അതേ ഉള്ളൂ.